ഹലോ, ഏവർക്കും വൈവിധ്യങ്ങളുടെ ലോകം എന്ന ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. വടക്കേ അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്തായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയാണ് ഇന്യൂട്ടുകൾ ജീവിക്കുന്നത്. ഈ ഇന്യൂട്ടുകൾ മഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളെയാണ്, വീടുകളെയാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ 6 മാസം രാത്രിയും 6 മാസം നീണ്ടു നിൽക്കുന്ന പകലുമാണുള്ളത്. ഈ 6 മാസം നീണ്ടു നിൽക്കുന്ന രാത്രികാലത്ത് ഇന്യൂട്ട് വംശജർ ഇഗ്ലൂവിൽ നിന്ന് പുറത്തിറങ്ങാറേയില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്കായി ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെയാണ് തുന്ദ്ര മേഖല എന്ന് പറയുന്നത്. തീരെ കുറഞ്ഞ മഴ, വിരളമായ സസ്യജാലം, വളരെ കുറച്ചു മാത്രം ജനവാസം എന്നിവയാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. ഇതൊരു ശീത മരുഭൂമിയാണ്. ഇവിടത്തെ ഉയർന്ന താപനില 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജൂൺ മാസത്തിലാണ് ഈ താപനില ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ട 3 കാലാവസ്ഥാ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത് മധ്യരേഖാ മേഖല, 2 ഉഷ്ണ മരുഭൂമി, 3-മതായി തുന്ദ്ര മേഖല. ഇനി നമുക്ക് താപീയ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 അർദ്ധഗോളങ്ങളിലും 0 മുതൽ 30 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന താപീയ മേഖലയാണ് ഉഷ്ണമേഖല. 2 അർദ്ധഗോളങ്ങളിലും 30 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന താപീയ മേഖലയാണ് മിതോഷ്ണ മേഖല. അതിന് മുകളിലുള്ള മേഖലയാണ് ശൈത്യമേഖല. എന്ന വൈവിധ്യങ്ങളുടെ ലോകം എന്ന ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു അധ്യായം പഠിക്കും. NCERT, SCERT പാഠപുസ്തകങ്ങൾ ആസ്പദമാക്കിയുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.